ഹലോ ഗൈസ്. ഓണം എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണല്ലേ? സർവ്വമതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണല്ലേ ഓണം. അതുകൊണ്ട് തന്നെ അത്തായപ്പോൾ തൊട്ട് ഞാൻ ഇവിടുത്തെ മാർട്ടിൽ നോട്ട് ചെയ്തൊരു സംഭവമായിരുന്നു ഈ പൂവ്. പൂക്കളിടുന്നത് കുറച്ച് അണ്ടർ റേറ്റഡ് ആണോ? എന്തായാലും എൻ്റെ വീട്ടിൽ അത്തം തൊട്ട് എല്ലാ ദിവസവും പൂക്കളിട്ടൊരു ശീലമുള്ള കാരണം എനിക്ക് പൂക്കളിടാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു വിഷമമായിരുന്നു. അതെന്തായാലും തീർക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, എന്നാലും ഉള്ള സ്ഥലത്തൊരു ചെറിയ പൂക്കളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ കിട്ടിയ പൂ വാങ്ങിച്ച് ഞങ്ങളതേ പൂക്കളത്തിനുള്ള സെറ്റപ്പാണിതാ. ഈ ഒരു ട്രയാങ്കിളാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു സ്ഥലം, കണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഈ പൂക്കളം കൂടി സെറ്റാക്കാൻ. എന്തായാലും അതിനുള്ള പൂവേ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ പൂവിന് ആ ഒരു ചെറിയ ബോക്സിന് ഒരു 250 രൂപ നാട്ടിലത്തെ വരും. പക്ഷെ കുഴപ്പമില്ല, ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യൽ അല്ലേ, ഒരു മെമ്മറി അല്ലേ. ഇത് പഠിത്തമെല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ചെയ്യുക, അല്ലാതെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നും മാറ്റി വയ്ക്കാനേ നേരം കിട്ടുള്ളൂ എന്ന് ഒരു ചെറിയ പാഠം ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി വരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ പൂക്കളൊക്കെ സെറ്റ്. ഇനി നാളെ ഒരു ചെറിയ സെലിബ്രേഷൻ ഓഫീസിലുണ്ട്. അപ്പോൾ അതിന് സാരി എടുക്കുമ്പോൾ നമുക്ക് ബാക്കി ഫോട്ടോഷൂട്ട് നടത്താം. ഞങ്ങളുടെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. ഈ വീടും നാടൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ചില സന്തോഷങ്ങളാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ഹാപ്പിനെസ് ഒന്നും ആരും വിടരുത്. ഓക്കെ, ബായ്.